സുഹൃത്തുക്കളെ നല്ല വിശപ്പുണ്ട് എന്ന് മാത്രമല്ല ഭയങ്കരമായിട്ട് ദാഹമുണ്ട്. വെയിൽ നല്ല ചൂടാണ്. അപ്പോൾ ഓരോരുത്തർ പറയുന്നുണ്ട് നല്ല ഫുഡ് ഇവിടെ എം കോളേജിൻ്റെ അടുത്ത് കിട്ടുമെന്ന്. അത് അന്വേഷിച്ച് വന്നതാണ്. ഇതാണ് നമ്മൾ കയറാൻ പോകുന്ന കാനോസ് കഫേ. ഹലോ, എങ്ങനെയുണ്ട് ഫുഡ്? നിങ്ങൾ എന്താണ് കഴിക്കണേ? ഇവിടെ ആദ്യമായിട്ടാണോ? സ്ഥിരം വരുന്ന ഒരാളാണ് ഉള്ളത് പറഞ്ഞാൽ മതി. നല്ല ബിരിയാണിയാണോ? സ്ഥിരമായിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. ഹലോ, നമസ്കാരം. നിങ്ങളിവിടെ ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടല്ല, എത്ര കുറെ മുമ്പ് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഭക്ഷണം? നല്ല ക്വാളിറ്റിയാണ്, അടിപൊളിയാണ്. ഇവരോട് ചോദിക്കാം എങ്ങനെയുണ്ട് ഭക്ഷണം? ഉഷാറാണ് അല്ലേ? ആദ്യമായിട്ടാണോ? ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്? ഭക്ഷണത്തിന്റെ ടേസ്റ്റ് കൊണ്ടാണോ വരുന്നത്? അതെ, ഭക്ഷണത്തിന്റെ ടേസ്റ്റ് കൊണ്ടാണല്ലോ. അടിപൊളി. കോളേജ് ആകുമ്പോൾ കോളേജ് കുട്ടികൾ മാത്രമല്ല കേട്ടോ, സാധാരണക്കാരും ജോലിക്കാരൊക്കെ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഏക സ്ഥലം ഇവിടെ കാനൂസിലാണ്. നിങ്ങൾ എന്താണ് കഴിച്ചത്? ബിരിയാണിയാണോ മന്തിയാണോ? ബിരിയാണിയാണ് കഴിച്ചത്. ബിരിയാണി എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റാ? നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാരണ ഇവിടെയാണോ ഭക്ഷണം കഴിക്കാൻ വരല്? ഓക്കെ. നിങ്ങൾ ഇവിടുന്നാണോ ഭക്ഷണം കഴിക്കല്? നിങ്ങള് ബിരിയാണിയോ മന്തിയോ കഴിച്ചത്? ബിരിയാണി എങ്ങനെയുണ്ട്? ബിരിയാണി സൂപ്പറാണ്, അടിപൊളിയാണ്. ഹലോ, നമസ്കാരം. നിങ്ങൾ കാനൂസിൽ ആദ്യമായിട്ടാണോ? ഈ ഹോട്ടലിലേക്ക് ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാ? എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെ? അടിപൊളിയാണ്. ഇയാളോ? അടിപൊളി. ബിരിയാണിയാണോ കഴിക്കണേ? അടിപൊളിയാണ്. ഹലോ, നമസ്കാരം. നിങ്ങളിവിടെ കോളേജിലാ? നിങ്ങൾ ആദ്യം KMCT കോളേജിൽ നിങ്ങൾ ആദ്യമായിട്ടാണോ ഇവിടെ? സ്ഥിരം വരായിരുന്നു. എങ്ങനെയുണ്ട് ഭക്ഷണം? ഉള്ളതുപോലെ പറഞ്ഞാൽ മതി. സ്ഥിരം വരാറുണ്ട്, അതുകൊണ്ടാണ് സ്ഥിരം വരുന്നത്. നല്ല ഭക്ഷണമാണ്. ഓക്കെ. ഹലോ, നമസ്കാരം. എൻ്റെ പേര് സിനാന്. സിനാനിവിടെ ആദ്യമായിട്ടാണോ? അല്ല, സ്ഥിരം വരല്ലേ? മന്തിയാണ് കഴിക്കണേ അല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഭക്ഷണം? മോനെ, എങ്ങനെയുണ്ട് ഭക്ഷണം? അടിപൊളി, ഉഷാറ്. ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട് കഴിക്കാൻ അല്ലേ? ഇവിടുത്തെ ഭക്ഷണം ഉഷാറായത് കൊണ്ട് തന്നെയാണ് ആളുകൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്ന ആളും ഇതിന്റെ ഓണറും ആണ്. ഇദ്ദേഹത്തോട് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എന്താണ് ഈ ബിരിയാണിന്റെ ഈ മന്തിന്റെ ടേസ്റ്റ് എന്ന്. ഹലോ, നിങ്ങളാണ് ഈ ഈ കടയുടെ ഓണർ. അപ്പൊ ഭക്ഷണം മൊത്തത്തിൽ ആളുകൾ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. മാത്രമല്ല, ഞാൻ കഴിച്ച് സൂപ്പറാണ്. വേറെ കൂട്ടും കളറും ഇതൊന്നും ആഡ് ചെയ്യില്ല. നമ്മളെ വീട്ടിൽ നിന്ന് കുടിച്ചുകൊണ്ട് വരാൻ മസാലകളും പൊടികളും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നതിനോട് ആണ്. നമ്മൾ വേറെ കളറോ വേറെ കാര്യങ്ങളോ വേറെ പൊടികളോ പുസ്തകമാണോ മറ്റോ അങ്ങനത്തെ ഏത് ഒരു പൊടി നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് തന്നെ പൊടികൾ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കുന്നതാണ്. എല്ലാവരും പറയുന്നത് നന്നാവുന്നുണ്ടെന്നുണ്ട്. എല്ലാവരും പറയുന്നതല്ല, നന്നായിട്ടുണ്ട്. അപ്പോൾ മന്തിയും ബിരിയാണിയും അല്ലാതെ മറ്റു വിഭവങ്ങൾ എന്തൊക്കെയാണുള്ളത് ഇവിടെ? പിന്നെ എല്ലാത്തരം ജ്യൂസുകളും ഉണ്ട്. പൊറോട്ട ബീഫൊക്കെ ഉണ്ട്. പച്ചക്കറി ഒരു ഹോട്ടലിൽ കിട്ടുന്ന എല്ലാ സംഗതിയും ഉണ്ട്. ഏതായാലും നിങ്ങൾ ബിരിയാണി കഴിച്ച് നാട്ടിലും വീട്ടിലും പാട്ടായി എന്ന് പറഞ്ഞ പോലെ നല്ല ബിരിയാണിയാണ്, നല്ല മന്തിയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ആളുകൾക്ക് ഇതേപോലെ കയറി ചെല്ലാൻ പറ്റിയ ഒരു ഹോട്ടൽ. എന്താ ഹോട്ടലിന്റെ പേര്? കാനോസ്. കാനോസ് ബിരിയാണി ആകുമ്പോൾ. ഓക്കെ, താങ്ക് യു.
അത് കുടിക്കുമ്പോ എല്ലാരും പറയുന്നുണ്ട് ഇവിടുത്തെ മന്തി സൂപ്പറാണ്, ബിരിയാണി അടിപൊളിയാണ്. അതൊന്നും അറിയണല്ലോ. പിന്നെ മാത്രമല്ല, ഞാൻ ഇതിൻ്റെ മുമ്പ് എൻ്റെ വീടിൻ്റെ അടുത്ത് നല്ല മന്തിയും നല്ല ബിരിയാണിയും കണ്ടു. അത് ആരാ വെച്ചെന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ പറഞ്ഞ് നല്ല ബിരിയാണിയാണ്, നല്ല മന്തിയാണ്. ഇത് ആളന്വേഷിച്ച് നോക്കുമ്പോഴാണ് നമ്മളൊരു സുഹൃത്ത് തന്നെയാണ് ഈ ഭക്ഷണം ഉണ്ടാക്കിയത്. ആ സുഹൃത്തിന്റെ കട എവിടെയാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് മണാശ്ശേരി MMO കോളേജിന്റെ അടുത്താണ്. അവിടെ വന്ന് നോക്കുമ്പോൾ ഓരോരുത്തരും ഒരേ സ്വരത്തിൽ പറയാണ് അടിപൊളിയാണ്. ഞാനും കഴിച്ചു നോക്കി, ഒന്നും പറയാനല്ല. കുട്ടികൾ വെറുതെ അല്ല അത് പറയുന്നത്. പിന്നെ കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാ നാട്ടുകാരും കൊണ്ട് പോന്നോളി. ഓക്കെ, ചിലപ്പോ തോന്നും ലണ്ടനൊക്കെ സ്വപ്നം കണ്ടതിൽ ഒരർത്ഥമില്ല. എന്നാ